ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ ഉദ്ദേശം ഇതാണ്. ശുദ്ധജല ഉറവിടങ്ങളുടെ സംരക്ഷണ ചുമതല എടാവേ, താനിന്ന് പോയില്ലായിരുന്നു. പങ്ക് ഉറപ്പാക്കുക. കിണറ്റിലൊരു പന്നി അങ്ങ് വീണു. പന്നിയോ? കോരാൻ തൊട്ടി കിണറ്റിലിട്ടതേ ഉള്ളൂ. എന്തോ പതുപതുപ്പിൽ തട്ടി. ഓ, നോക്കുമ്പോഴുണ്ട് പേടിച്ചങ്ങ് പിടിവിട്ടു. തൊട്ടിയും കയറും ദാ കിടക്കണു കിണറ്റില്. പക്ഷേ ചില ആൾക്കാർ ഈ ഉത്തരവാദിത്വത്തെ വലിയ ഭാരമായാണ് കാണുന്നത്. അങ്ങനെ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയുന്നത് കൊണ്ട് പിന്നോക്കമാകുന്നത് ഒരു ഗ്രാമത്തിന്റെ വികാസം തന്നെയാണ്. ജനപങ്കാളിത്ത പരിപാടി പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും സഹായത്തിന് വളരെ ഫലമാകുന്നുണ്ട്. അതിനാൽ ഇതിനായി ഒരു പുതിയ പരിപാടി ഭാരത സർക്കാർ നടപ്പിലാക്കി. അതെ, വെള്ളം കൂടി മുട്ടി. അപ്പം അതും മുടങ്ങി. ഇതെന്തിനാ ഇവിടെ കെട്ടി തൂക്കിയിരിക്കുന്നത്? ഇതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാമോ? ആഴത്തിൽ വീണതിനെ പൊക്കിയെടുക്കാൻ. എന്നാലേ ഈ കരണ്ടി കൊണ്ട് എന്നെ ഒന്ന് പൊക്കിയെടുക്കാവോ? എന്നെന്ന് വെച്ചാ എന്റെ മനസ്സിനെ ഒന്ന് പൊക്കിയെടുക്കാമോന്ന്. അതെങ്ങനെയാ സുഭദ്രേ? തൊട്ടിയും കയറിനെയല്ലേ പൊക്കിയെടുക്കാൻ പറ്റൂ? അതെ, എന്റെ ജീവിതത്തിന്റെ തൊട്ടിയും കയറും കിണറ്റി കിടക്കല്ലേ. കപ്പീന്ന് വീണുപോയി. അതൊന്ന് പൊക്കിയെടുക്കാൻ നമസ്കാരം. തീയതി 15 അണ്ണാ, കിണറ് വെള്ളത്തിന് ചൊവ്വ. കമ്പനി പുക ശ്വാസം മുട്ടിക്കുവാ. ഇന്നലെയും പുറത്തിട്ടിരുന്ന ബൾബ് ആരോ ഊരിക്കൊണ്ട് പോയി. ഇവിടെ പറമ്പിലെല്ലാം പാമ്പി മുട്ടകളാണോ? അണ്ണാ, ഇങ്ങനെ മൂളിക്കൊരങ്ങനെ പോലെ മൂളിക്കൊണ്ടിരുന്നാൽ എങ്ങനാ? പിന്നൊരു കാര്യം, 5-ാം തീയതിക്ക് മുമ്പ് എനിക്ക് എൻ്റെ വാടക കിട്ടിയിരിക്കണം. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക. പത്മാക്ഷി,
നിനക്കിവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പത്മാവതി? ഓ അണ്ണനുള്ളപ്പോ എനിക്കെന്ത് ബുദ്ധിമുട്ട്. ആ, എന്നാ ഒന്നുകൂടെ ഒഴി. ആ. ആ. ഉം. ഡേ 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 സുഭദ്രേ സുഭദ്രേ ഡേ സുഭദ്രേ ഡേ സുഭദ്രേ ഡേ കോളേജ് വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു. ഇന്നത്തെ പത്രമാണോ? അല്ല, 6 ആഴ്ച മുമ്പുള്ള പത്ര. എന്തോ സാധനം പൊതിഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാ. വന്നിട്ടുണ്ട് കഥ. ഇത്തവണ മരണമാണല്ലോ. അതോ കൊലയോ? ഇന്നലെ കണ്ടതാ എഴുത്തുകാരന്റെ ധൈര്യം. ഒരു പാമ്പ് വന്നപ്പോ എടുത്തു ചാടി ഓടിയത്. മൃത്യുബോധം എൻ്റെ കഥകളിൽ നിരൂപകർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബോധപൂർവമുള്ള ശ്രമങ്ങൾ ഞാൻ നടത്താറുണ്ട്. കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? അല്ല, വായനക്കാരെ കൊന്നോണ്ടിരിക്കയല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്കിഷ്ടമാണ്. കഥ മാത്രമല്ല, എഴുത്തുകാരനെയും. ദാ അതേ, ഇവിടെ രാത്രിയിൽ പന്നികൾ ഇറങ്ങാറുണ്ട്. നിങ്ങൾ 3-4 ആണുങ്ങളുണ്ടായിട്ട് എന്താ കാര്യം? പിന്നെ പന്നീനെ നോക്കിയിരിപ്പാണ് നമ്മുടെ ജോലി. നമുക്ക് ശരിയാക്കി കൊടുക്കാം രാത്രി. ഞാൻ പോയിട്ട് വരാം. എവിടെ പോയതാ? കുടിക്കാതിരിക്കാൻ ജപിച്ച് കെട്ടിയിട്ട് വരികയാ. 2 ദിവസം ഒന്നും മിണ്ടാൻ പാടില്ല എന്നാ ജോത്സ്യര് പറഞ്ഞത്. എന്നാ ശരി.
എൻ്റെ കഥയിലേക്ക് ജന്തുക്കളും മനുഷ്യരും ഇടകലർന്ന് പരസ്പരം സ്നേഹിച്ചും പിരിഞ്ഞും പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളായി. മൃഗങ്ങൾ മനുഷ്യർക്ക് പകരം നിന്ന് അവരുടെ കനിവിനെയും ക്രൂരതയെയും പൂരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതും വായിച്ചു. എപ്പോഴും വായന. ഓ, ഇവിടെ ഒരാൾക്ക് എപ്പോഴും എഴുത്തല്ലേ? എഴുതിയല്ലേ പറ്റൂ. ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതിയതാ, കുടുംബവും കുട്ടികളും ഒക്കെ. അതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, ഇങ്ങ് വന്ന് താമസിക്കുന്നോണ്ട് ചോദിച്ചതാ. ഓ, ഇനി അടുത്ത ചോദ്യം ഇങ്ങനെ എഴുതിയിരുന്നാൽ വയറ് നിറയുമെന്നായിരിക്കും. നിറയും, മനസ്സ് നിറയും. ഇപ്പൊ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നേ? പന്നിയെ പറ്റി. ഇത്തരം സിംബോളിക് കൃതിക്ക് വായനക്കാർ കുറവാ. ആ, കുടല് പറിച്ച് കാണിച്ചാലും വാഴനാരാണെന്ന് പറയുന്ന കൂട്ടരാ ചുറ്റിലും. അങ്ങനെ സിംബോളിക്കായിട്ട് എഴുതിയാൽ ജീവിതത്തിലോട്ട് എടുത്ത് ചാട് സാറേ. ശരിയാണ്. കൈവിട്ടു പോയ തൊട്ടിയും കയറും പൊക്കിയെടുക്കാൻ പാതാളക്കരണ്ടി ചാടും പോലെ. പക്ഷേ കിണറ്റിലേക്ക് ഇറങ്ങാൻ പേടിക്കുന്നവന് സമയത്തിന് ഇതും ഉപകരിക്കില്ല. അതെ അതെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനാ? എങ്ങനെ? അതെ, ഇത് സൂക്ഷിക്കുന്നത് എന്നാത്തിനാ? ആഴത്തിലുള്ളതിനെ പൊക്കിയെടുക്കാൻ. ഓ, അത്രേ ഉള്ളൂ. വല്ലതും കഴിച്ചോ? എനിക്ക് പാവം തോന്നുന്നു ഇയാളെ ഓർത്ത്. പരമേശ്വരൻ ഇന്ന് ഓവർ ടൈമാ. ഇനി പാതിരാത്രി വരും 4 കാലില്. എനിക്ക് മടുത്തു. ശരീരത്തിലുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാത്തത്. ദേഹത്തിന് മുറിയ ഒരിടവും ഇല്ല. കണ്ണ് തെറ്റിയ നീ അവിടെ പാടയിരിക്കും. ഇന്നലെ വന്ന ആ പന്നി എന്റെ 4 കുപ്പിയുടെ കോർക്കാ പൊട്ടിച്ചത്. ഇനി പൊട്ടിക്കുന്നത് കാണട്ടെ. അവിടെ കട. അപ്പുറത്ത് ഒച്ചയും ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ.
നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള പെണ്ണ. ഇവളെങ്ങനെ ഇവനെ കിട്ടിയത്? തലവിധി. പന്നി ഇപ്പൊ വരും. പോവാണോ? ഇരിക്കേ. ഛേ, അയാള് പോട്ടെ, നമുക്കിരിക്കാം. എവിടുന്ന്? വാ. അല്ലേ? എന്തോ അനങ്ങുന്നുണ്ട്. സാറേ, ഇതെനിക്ക് തരാമോ? എന്തിനാ? കുപ്പികൾ കിണറ്റി കെട്ടി ഇറക്കാനാ. ഇത് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? പിന്നെ പോലീസുകാരുടെ കണ്ണുവെട്ടിക്കാൻ. 1 2 3 4 5 6 7 8 9. അയ്യോ, ഒറ്റ കയറിൽ 9 എണ്ണം തൂങ്ങും. വേണ്ട വേണ്ട വേണ്ട. അത് ചിലപ്പോ നിങ്ങളുടെ കുപ്പികളെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ കരണ്ടിയല്ലേ, കോരിയെടുക്കാലോ സാറേ. ദേ, എന്നോട് വേല വേണ്ട. തരാൻ പറ്റൂലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. ഇത് ഏത് കോത്താഴത്തിൽ എഴുത്തുകാരനാന്തോ. കുടിക്കത്തില്ല, വലിക്കത്തില്ല. ഇത് ആരപ്പാ? പരാതിപ്പെട്ട് നാവ് കൊഴിയുമ്പോൾ കഥയിൽ കൂടി അതെല്ലാം വ്യംഗ്യാർത്ഥം കൈവരിക്കുകയാണ്. എഴുതി എഴുതി പരാതികൾക്ക് ന്യായീകരണമുണ്ടാകുന്നു. ചേട്ടാ ഒന്നും കൊന്നെ. അത് പന്നി തന്നെ, നമ്മുടെ സുഭദ്രയുടെ പന്നി. ഇതാർക്കും അറിയാത്ത രഹസ്യമായിരുന്നു. സുഭദ്രയുടെ പന്നിയാ കിണറ്റിൽ വീണത്. ഇങ്ങനൊരു പന്നിയെ സുഭദ്ര വളർത്തുന്ന കാര്യം നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ലെങ്കിൽ എന്ത്, ഇപ്പൊ ചാത്തപ്പ അറിഞ്ഞില്ലേ? അതറിഞ്ഞു. അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? കഥാപ്രസംഗം നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. നേരം പോകും തോറും നാറ്റം കൂടും. അല്ല, ഇപ്പൊ ആരപ്പായിൽ ഇറങ്ങുക? ആരപ്പായിനെടുത്ത് പുറത്തേക്കിടുക. ആരെങ്കിലും ഇറങ്ങണ്ടേ? വീട്ടുടമയ്ക്കുള്ളതെണ്ണം മറ്റുള്ളവർക്കുണ്ടാവില്ലല്ലോ. അല്ലെങ്കിലേ കലക്കവിള്ള. ഇപ്പൊ പന്നിയും വീണു. ഇത് മൂടുന്നതല്ലേ നല്ലത്? നല്ലത്. ഇതെങ്ങനെ ഇതിനകത്ത് വീണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചാകാൻ വേണ്ടി മനഃപൂർവ്വം ഇതിനകത്ത് എടുത്ത് ചാടിയതാണ്. അതെ, നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ വെള്ളത്തിൽ വീഴുന്നതാവും നല്ലതെന്ന് കരുതി കാണും. എന്നതായാലും ഞാൻ ഈ കിണർ ഉപയോഗിക്കാറില്ല. അതിന്റെ കുറവൊന്നും വെള്ളത്തിൽ കാണാനില്ല. എന്ത് ചെയ്യും? ആ, ഒരു വഴിയുണ്ട്. വാ. പോലീസ് ഇവിടല്ലേ? പന്നി കിണറ്റി വിടുന്നതിന് പോലീസ് എന്തിന്? കാട്ടുപന്നിയാണെങ്കിലോ? കാട്ടുപന്നിയാണെ പോലീസ് വരും, ഉറപ്പാ. വരുമല്ലേ? എന്തൊക്കെ ആവുമോ?
ആവശ്യം വരുമ്പോഴല്ലേ ഓരോന്ന് നമ്മുടെ ഓർമ്മയിൽ വന്ന് പെടുന്നത്. ഒന്ന് മാറുന്നു. ഈ ചത്ത് വീർത്ത് കിടക്കുന്ന പന്നിയെ പൊക്കാൻ ഈ പാതാളക്കരണ്ട് കൊണ്ട് പറ്റുമോ? എന്തോ അല്ല, ഈ ചത്ത് വീർത്ത് കിടക്കുന്ന പന്നി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല, നമുക്ക് നോക്കി നോക്കാം. അല്ലാതെ അയാടെ ഒരു സംശയം. ചത്ത് പെരുത്ത് കിടന്നത് പൊങ്ങി വരുമോ താന്നു പോവുക പറയുന്നില്ല. അരഞ്ഞാണമില്ലാത്ത കിണറ് പാതാളം പോലെ. കൈച്ചുരുളുകൾക്കിടയിലൂടെ കയറോടിയിറങ്ങുമ്പോൾ അറ്റം തീർന്നുപോയ കപ്പി അനാഥമാകും. നീ ഇവിടെ ഇങ്ങനെ എത്ര നാൾ ഓടിച്ചിരിക്കും? തൊടിയിറങ്ങാൻ എനിക്ക് ഭയമാണ്. മുകളിൽ നിന്ന് കിണറിനകത്തേക്ക് നോക്കാൻ തന്നെ പേടി. വഴുക്കുന്ന മൺതൊടി, അരഞ്ഞാണില്ലാത്ത കിണർ. ഞാൻ അറിയുന്നു, എന്റെ പാതാളക്കരണ്ടിക്ക് ജീവനില്ലാത്തവയെ പൊക്കാൻ കഴിയില്ലെന്ന്. Ha ha ha!